മാർവൽ യൂണിവേഴ്സിലെ ഏറ്റവും പവർഫുൾ ആയ ആന്റി ഹീറോസിൽ ഒരാളാണ് വെനം. വെനത്തിന്റെ നിരവധി സ്റ്റോറീസ് ഉണ്ട്. അതിലേറ്റവും പോപ്പുലർ ആയ ഒരു കോമിക്കാണ് കിങ് ഇൻ ബ്ലാക്ക്. അതിന്റെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കഥയിലോട്ട് പോകുന്നതിന് മുന്നേ ബേസിക് ആയ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. മറ്റ് ജീവികളിൽ പറ്റിച്ചേർന്ന് ജീവിക്കുന്ന ഒരു ടൈപ്പ് ഏലിയൻ ജീവികളാണ് സിംബയോട്സ്. വെനവും ഒരു സിംബയോട്ടാണ്. യൂണിവേഴ്സിലെ മൊത്തം സിംബയോട്സിനെയും നൾ എന്നൊരു കോസ്മിക് എൻറ്റൈറ്റിയാണ് നിർമ്മിച്ചത്. ദൈവത്തിന് തുല്യമായ ശക്തികളുള്ള ജീവികളാണ് കോസ്മിക് എൻറ്റൈറ്റികൾ. അപ്പോൾ ബേസിക്കലി വെനത്തിന്റെ അപ്പനാണ് നൾ. ഈ പ്രപഞ്ചത്തിലെ മൊത്തം ജീവനെയും സിംബയോട്സ് ആക്കി മാറ്റണമെന്നതാണ് നളിന്റെ പ്ലാൻ. അങ്ങനെ ഇവൻ ഒരുപാട് ഗ്രഹങ്ങളിലെ സകല ജീവനെയും സിംബയോട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഒരിക്കൽ നൾ ഭൂമിയിലേക്ക് വന്നത്. ഒരു ഗ്രഹത്തിൽ വരുന്നതിന് മുന്നേ ആ പ്ലാനറ്റിലേക്ക് നൾ കുറച്ച് സിംബയോട്സിനെ അയക്കും. ആ പ്ലാനറ്റിന്റെ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ പരമാവധി തകർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അയക്കുന്നത്. അപ്പോൾ പിന്നെ നൾ വരുമ്പോൾ അവന് എളുപ്പത്തിൽ ആ പ്ലാനറ്റിനെ കീഴടക്കാൻ കഴിയും. അങ്ങനെയാണ് ഭൂമിയിലേക്ക് വെനത്തിനെ അയച്ചത്. എഡി എന്നൊരു മനുഷ്യനെയാണ് വെനം അവന്റെ ഹോസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുത്തത്. പക്ഷേ എഡിയുടെ കൂടെ ചേർന്ന ശേഷം വെനം ഭൂമിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ വെനം നള്ളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഒരിക്കൽ നൾ വരുമെന്ന കാര്യം വെനത്തിന് ഉറപ്പായിരുന്നു. അപ്പോൾ ബാക്കി നമുക്ക് കഥയിൽ കാണാം. നൾ അവന്റെ മൊത്തം ആർമിയെയും കൊണ്ട് ഭൂമിയിലേക്ക് വരികയാണ്. ഒപ്പം ഒരുപാട് സ്പേസ് ഷിപ്പുകളുമുണ്ട്. ഭൂമിയിലെത്തുന്നതിന് മുൻപ് തന്നെ നളിന്റെ സാന്നിധ്യം വെനത്തിന് ഫീൽ ചെയ്തു. അപ്പോൾ നൾ വരുന്നുണ്ടെന്ന് വെനത്തിനും എഡിക്കും മനസ്സിലായി. എഡി വേഗം ഡൈലന്റെ പക്കൽ പോയി. എഡിയുടെ മകനാണ് ഡൈലൻ. ഡൈലന് എന്തൊക്കെയോ കോസ്മിക് പവേഴ്സ് ഉണ്ട്. പക്ഷെ അവനെ എഡി ഒരിക്കലും പ്രശ്നങ്ങളിലൊന്നും ഉൾപ്പെടുത്താറില്ല. എന്തായാലും ഡൈലൻ നല്ല ഉറക്കത്തിലായിരുന്നു. എഡി അവനെ വിളിച്ചുണർത്തി. എണീറ്റ ഉടനെ നളിന്റെ സാന്നിധ്യം അവനും ഫീൽ ചെയ്തു. ഈ സമയം അവഞ്ചേഴ്സ് എല്ലാം ന്യൂയോർക്കിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒന്നിച്ചുകൂടി. അയൺമാൻ ബഹിരാകാശത്തിൽ ഭൂമിക്ക് ചുറ്റും നിരവധി ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഭൂമിയുടെ അടുത്തെത്തുമ്പോൾ തന്നെ നള്ളും അവന്റെ ആർമിയും മൊത്തം കത്തി ചാമ്പലായി പോകുമെന്നാണ് അയൺമാൻ പറയുന്നത്. അങ്ങനെ അവര് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഏതാനും ചില മിനിറ്റുകൾക്കുള്ളിൽ നള്ളും അവന്റെ ആർമിയും ഭൂമിക്ക് സമീപമെത്തി. ഡ്രാഗൺസ് പോലത്തെ ഒരുപാട് സിംബയോട്സ് ആണ് അവന്റെ പ്രധാന ആർമി. അയൺമാന്റെ ബോംബുകൾ കാരണം നളിനെയും ആർമിയെയും മൊത്തം തീ വിഴുങ്ങി. പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. അതൊന്നും സിംബയോട്സിന്റെ രോമത്തിൽ പോലും ഏറ്റില്ല. ശേഷം അവയെല്ലാം കൂടെ ന്യൂയോർക്കിൽ വന്നിറങ്ങി. എന്നിട്ട് സിറ്റിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയം അകലിൽ നിന്നും ഫാന്റാസ്റ്റിക് ഫോറും ന്യൂയോർക്കിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവിടെ എഡി ഡൈലനെയും കൊണ്ട് ഒരു സീക്രട്ട് അണ്ടർഗ്രൗണ്ട് ബേസിലേക്ക് പോയി. അച്ഛന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഞാനും വരാം, എനിക്കും ഒരുപാട് സൂപ്പർ പവേഴ്സ് ഒക്കെ ഉള്ളതല്ലേ എന്ന് ഡൈലൻ പറഞ്ഞു. പക്ഷെ ഡൈലൻ എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് എഡിക്ക് പേടിയാണ്. അതുകൊണ്ട് എനിക്ക് നിന്റെ സേഫ്റ്റിയാണ് പ്രധാനമെന്ന് പറഞ്ഞ് ഡൈലനെ ആ ബേസിലാക്കിയിട്ട് എഡി നേരെ സിറ്റിയിലേക്ക് പോയി. ഇവിടെ സിറ്റിയിൽ അവഞ്ചേഴ്സ് എല്ലാം കൂടെ ഡ്രാഗൺസുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. അതിനിടയിൽ പരമാവധി ജനങ്ങളെയും സിറ്റിയിൽ നിന്നും ഇവാക്യുവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുമുണ്ട്. അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക, ബ്ലാക്ക് പാന്തർ, ഡോക്ടർ സ്ട്രേഞ്ച്, അങ്ങനെ ഏതാണ്ട് എല്ലാ അവഞ്ചേഴ്സും ഉണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട രണ്ടുപേരില്ല, ഹൾക്കും തോറും. സിംബയോട്സിനെ ആകെ ഇലക്ട്രിസിറ്റിയും കോസ്മിക് പവറും വെച്ച് മാത്രമേ കൊല്ലാൻ പറ്റൂ. പക്ഷെ അത്തരം പവേഴ്സ് ഉള്ള അധികം ആരും തന്നെ അവഞ്ചേഴ്സിന്റെ കൂട്ടത്തിലില്ല. അതുകൊണ്ട് സിംബയോട്സിനെ നേരിടാൻ അവഞ്ചേഴ്സ് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോഴാണ് നൾ അടുത്ത ഘട്ടം ഡ്രാഗൺസിനെ അയച്ചത്. രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ ഡ്രാഗൺസ് ഉണ്ടായിരിക്കും. അവരെ അവഞ്ചേഴ്സിന് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല. ഇനിയും ഒരുപാട് ആൾക്കാരെ സിറ്റിയിൽ നിന്നും ഇവാക്യുവേറ്റ് ചെയ്യാനുമുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് ഉടനെ അവിടെ എക്സ്മെൻ എത്തിയത്. പിന്നെ അവരും അവഞ്ചേഴ്സിന്റെ ഒപ്പം നിന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ സിറ്റിയിലെ എല്ലാവരെയും സേഫ് ആയിട്ട് ഇവാക്യുവേറ്റും ചെയ്തു. എക്സ്മെൻ ടീമിലെ ഒരാളാണ് സ്റ്റോം. അവൾക്ക് തോറിനെ പോലെ ഇടിമിന്നൽ കൺട്രോൾ ചെയ്യാനുള്ള ശക്തിയുണ്ട്. അങ്ങനെ അവള് ഇടിമിന്നൽ ഉപയോഗിച്ച് കുറെ ഡ്രാഗൺസിനെ നശിപ്പിച്ചു കളഞ്ഞു. ഈ സമയം വെനം സിറ്റിയിലെ ഒരു പഴയ തകർന്ന ബിൽഡിംഗിലേക്ക് പോയി. ആ ബിൽഡിംഗിൽ സ്പൈർ എന്നൊരു മെഷീൻ ഉണ്ടായിരുന്നു. കുറെ നാളുകൾക്ക് മുന്നേ കാർണേജ് എന്നൊരു വില്ലൻ കുറെ സിംബയോട്സിനെ നിയന്ത്രിക്കാൻ ഉപയോഗിച്ച ഒരു മെഷീനാണത്. സിംബയോട്സ് ശരിക്കും ഹൈവ് മൈൻഡഡ് ആണ്. അതായത് എല്ലാ സിംബയോട്സ് തമ്മിലും ഒരു മെന്റൽ കണക്ഷൻ ഉണ്ടായിരിക്കും. പക്ഷെ ആ കണക്ഷൻ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് നള്ളാണ്. എന്നാൽ ഈ മെഷീൻ ഉപയോഗിച്ച് നള്ളിന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ കഴിയുമായിരിക്കുമെന്നാണ് വെനം കരുതുന്നത്. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ എളുപ്പത്തിൽ അവന്റെ ആർമിയെ മൊത്തം നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ആർമിയെ കൊണ്ടുതന്നെ നള്ളിനെ കൊല്ലുകയോ ചെയ്യാം. അങ്ങനെ അവൻ ആ മെഷീനിൽ കയറിയിരുന്ന് ഹൈവ് മൈൻഡുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കി. ഇവിടെ സൂപ്പർ ഹീറോസ് ഒക്കെ ഇപ്പോഴും നളിന്റെ ആർമിയുമായിട്ട് ഫൈറ്റിംഗ് ആണ്. പക്ഷെ അവരെ കൊണ്ട് മാത്രം ആർമിയെ എതിർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമെന്നുള്ളവരൊക്കെ ന്യൂയോർക്കിൽ വരാൻ ഡോക്ടർ സ്ട്രേഞ്ച് റേഡിയോ വഴി മെസ്സേജ് നൽകി. ശേഷം കുറച്ചു കഴിഞ്ഞ്
കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടം ഡ്രാഗൺസിനെയും നൾ അയക്കാൻ തുടങ്ങി. ഒപ്പം 3 സെലസ്റ്റിയൽസിനെയും ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. ആ സെലസ്റ്റിയൽസും സിംബയോട്സിന്റെ നിയന്ത്രണത്തിലുള്ള സോംബികളാണ്. നക്ഷത്രങ്ങളെ പോലും നശിപ്പിക്കാൻ കഴിവുള്ള വളരെ വളരെ ശക്തിശാലികളായ കോസ്മിക് എൻറ്റൈറ്റികളാണ് സെലസ്റ്റിയൽസ്. അങ്ങനത്തെ 3 സെലസ്റ്റിയൽസിനെ പോലും കീഴടക്കി എന്ന് വെച്ചാൽ നൾ അവരെക്കാൾ പവർഫുൾ ആണെന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ സെലസ്റ്റിയൽസിനെ കണ്ടതും എല്ലാവരും ഞെട്ടിപ്പോയി. അതിലൊരു സെലസ്റ്റിയലിന്റെ ഉള്ളിൽ നിന്നും നൾ പുറത്തു വന്നു. അവൻ നമ്മുടെ സൂപ്പർ ഹീറോസിന്റെ മുന്നിൽ വന്നിട്ട് നിന്നെയൊക്കെ ഞാൻ നിസ്സാരമായിട്ട് കൊന്നുകളയുമെന്ന് പറഞ്ഞ് കളിയാക്കി. അപ്പോഴാണ് അവിടെ സെൻട്രി എത്തിയത്. പുല്ല് പോലെ ഒരു സെലസ്റ്റിയലിന്റെ തലയും തകർത്തുകൊണ്ടാണ് അവൻ വന്നത്. എന്നിട്ട് നളിനെ തൂക്കിയെടുത്തുകൊണ്ട് ബഹിരാകാശത്തിലേക്ക് പറന്നുപോയി. പല ലക്ഷം നക്ഷത്രങ്ങളുടെ ശക്തിയുള്ള വളരെ പവർഫുൾ ആയ ഒരു സൂപ്പർ ഹീറോയാണ് സെൻട്രി. അതുമാത്രമല്ല, ഇത്രയും പവർഫുൾ ആയ ഒരു സെലസ്റ്റിയലിനെ പോലും പുല്ല് പോലെയാണ് അവനിപ്പോ തകർത്ത് കളഞ്ഞത്. അപ്പോൾ പിന്നെ നൾ അവനൊരു വിഷയമേ ആയിരിക്കില്ലെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നൾ സെൻട്രിയെ വലിച്ചു കീറി കഷ്ണങ്ങളാക്കി കളഞ്ഞു. അത് കണ്ട് സൂപ്പർ ഹീറോസ് എല്ലാം പേടിച്ച് പണ്ടാരം തുടങ്ങി. എല്ലാവരും വേഗം ഓടി രക്ഷപ്പെടാൻ അയൺമാൻ പറഞ്ഞു. അപ്പോൾ ഭൂമിയിലെ സൂപ്പർ ഹീറോസ് എനിക്ക് കുറച്ചെങ്കിലും ചലഞ്ചിങ് ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇതിപ്പോ എനിക്കൊരു ഫൈറ്റ് ആയിട്ട് പോലും തോന്നുന്നില്ല. നിങ്ങളൊന്നും എന്റെ മുന്നിൽ പുഴുക്കളുടെ അത്ര പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നൾ വീണ്ടും കുറെ കളിയാക്കി. എന്നിട്ട് അവനൊന്ന് കൈ ഉയർത്തിയതും വെള്ളപ്പൊക്കം പോലെ സിറ്റിയുടെ നിലം മുഴുവൻ സിംബയോട്സ് കൊണ്ട് നിറഞ്ഞു. അത് കാരണം കുറെ സൂപ്പർ ഹീറോസിന്റെ ദേഹത്ത് സിംബയോട്സ് കയറി. അങ്ങനെ അവരെല്ലാം നളുടെ സോംബികളായി മാറി. അടുത്ത് വീണ്ടും കൈ ഉയർത്തിയതും ഭൂമിയുടെ ആകാശം മൊത്തം സിംബയോട്സ് കൊണ്ട് മൂടപ്പെട്ടു. പുറത്തുനിന്നും ഭൂമിയെ കാണാൻ പോലും പറ്റുന്നില്ല. ഇനി ഒരു തരി സൂര്യപ്രകാശം പോലും അകത്തോട്ട് കടക്കില്ല. ഈ സമയം വെനം എത്ര ശ്രമിച്ചിട്ടും ഹൈവുമായിട്ട് കണക്ട് ആകാൻ പറ്റുന്നില്ല. ഇനി എന്തായാലും ഈ മെഷീനെ ആശ്രയിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നി അവനും നളിനെ ഫൈറ്റ് ചെയ്യാൻ പോയി. ഇവിടെ നൾ നോക്കിയപ്പോൾ സ്റ്റോം ഇപ്പോഴും ഡ്രാഗൺസുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ഒരുപാട് ഡ്രാഗൺസിനെ അവള് കൊന്നൊടുക്കുകയാണ്. അതുകൊണ്ട് അവൻ അടുത്ത് നേരെ സ്റ്റോമിനെ കൊല്ലാൻ പോയി. അപ്പോഴാണ് അവിടെ വെനം എത്തിയത്. അവനെ കണ്ടതും നൾ പുഷ്പം പോലെ വെനത്തിനെ കഴുത്തിൽ പിടിച്ച് തൂക്കിയെടുത്തിട്ട് അവനെയും കൊണ്ട് ആകാശത്തിൽ ഒരുപാട് ഉയരത്തിൽ പോയി. അവിടെ വെച്ച് നിസ്സാരമായിട്ട് വെനത്തിനെ എഡിയുടെ ദേഹത്തിൽ നിന്നും വലിച്ച് വേർതിരിച്ചു മാറ്റി. എന്നിട്ട് വെനത്തിനെ നൾ സ്വന്തം ദേഹത്ത് വലിച്ചെടുത്തു. എഡിയെ ആണെങ്കിൽ കൈവിട്ട് കളയുകയും ചെയ്തു. അങ്ങനെ എഡി താഴെ ചെന്ന് വീണു. ഭാഗ്യത്തിന് സിംബയോട്സിന്റെ പുറത്തൂടെയാണ് വന്ന് വീണത്. അതുകൊണ്ട് കഷ്ടിച്ച് ജീവൻ ബാക്കിയുണ്ട്. പക്ഷെ അവന്റെ ശരീരത്തിൽ ഇനി ഒടിയാനായിട്ട് എല്ലുകളൊന്നും ബാക്കിയില്ല. അവനൊന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഉടനെ സ്പൈഡർമാൻ അവനെ രക്ഷിക്കാൻ ഓടി വന്നു. എന്റെ മകൻ ഇന്ന സ്ഥലത്തുണ്ടെന്നും അവനെ രക്ഷിക്കണമെന്നും സ്പൈഡർമാനോട് പറഞ്ഞിട്ട് എഡി ബോധം കെട്ടു. ഉടനെ അവിടെ കുറെ സൂപ്പർ ഹീറോസ് എത്തി. പക്ഷെ അവരെല്ലാം സിംബയോട്സിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന സോംബീസ് ആണ്. അവര് സ്പൈഡർമാനെ ആക്രമിക്കാൻ റെഡി ആയിട്ട് നിന്നതും പെട്ടെന്ന് അവിടെ ഫെന്റാസ്റ്റിക് ഫോറിലെ ടോർച്ച് എത്തി. ടോർച്ച് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന തക്കത്തിൽ സ്പൈഡർമാൻ എഡിയെയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. ഫെന്റാസ്റ്റിക് ഫോറിന്റെ ലാബിലേക്കാണ് അവൻ എഡിയെ കൊണ്ടുപോയത്. അവിടെ വാൽക്കയറിയും കൂട്ടരും ഉണ്ടായിരുന്നു. അവരെ എഡിക്ക് ട്രീറ്റ്മെന്റ് നൽകി. എന്നിരുന്നാലും എഡിയെ ഇനി രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്നാണ് വാൽക്കയറി പറഞ്ഞത്. ശേഷം സ്പൈഡർമാൻ ഡയലിനെ തേടിപ്പോയി. എഡി പറഞ്ഞ സീക്രട്ട് ബേസിൽ ഡയലൻ ഉണ്ടായിരുന്നു. എഡിക്ക് ഇങ്ങനൊരു അപകടം പറ്റിയ കാര്യം സ്പൈഡർമാൻ ഡയലിനോട് പറഞ്ഞു. അത് കേട്ട് ഡയലൻ ആകെ സങ്കടത്തിലായി. ശേഷം അവനെയും കൊണ്ട് സ്പൈഡർമാൻ വീണ്ടും ഫെന്റാസ്റ്റിക് ഫോറിന്റെ ലാബിൽ വന്നു. ലാബിൽ ഒരു കൂട്ടം പേര് എഡിയെ രക്ഷിക്കാൻ വേണ്ടി പഠനങ്ങൾ നടത്തുകയാണ്. ബാക്കിയുള്ളവര് നളിനെ തകർക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് സ്പൈഡർമാൻ ഡയലിനെയും കൊണ്ട് വന്നത്. എഡി ശകലമെങ്കിലും ഭേദമായോ എന്ന് സ്പൈഡർമാൻ ചോദിച്ചു. പക്ഷേ ഒരു മാറ്റവുമില്ലെന്ന് റീഡ് റിച്ചാർഡ് പറഞ്ഞു. ശേഷം കുറച്ചു കഴിഞ്ഞ് അവിടെ നമോർ എത്തി. അറ്റ്ലന്റിസിന്റെ രാജാവാണ് നമോർ. അവഞ്ചേഴ്സിനെ സഹായിക്കാനാണ് അവൻ വന്നിരിക്കുന്നത്. നമോറിന്റെ സ്വഭാവം കാരണം അവനെ പലർക്കും ഇഷ്ടമല്ല. എന്നിരുന്നാലും നളിനെ ഫൈറ്റ് ചെയ്യാൻ ഇപ്പോൾ എല്ലാ സഹായങ്ങളും അത്യാവശ്യമാണ്. അതുകൊണ്ട് അവനെ ആരും ഒന്നും പറഞ്ഞില്ല. നളിനെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ എന്ന് നമോർ ചോദിച്ചു. അപ്പോൾ എനിക്കൊരു പ്ലാൻ ഉണ്ടെന്ന് അയൺമാൻ പറഞ്ഞു. ഹൈവ് മൈൻഡുമായിട്ട് കണക്ട് ചെയ്താലേ നളിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അങ്ങനെ കണക്ട് ചെയ്യാൻ ഇവിടെ ആകെ എഡിക്ക് മാത്രമേ സാധിക്കൂ. പക്ഷെ എഡിയാണെങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥയിലാണ്. ഇനി എഡിയെ രക്ഷിക്കണമെങ്കിൽ ഒരു സിംബയോട്ടിനെ കൊണ്ടുവന്ന് അവന്റെ ദേഹത്തിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു ഡ്രാഗൺ സിംബയോട്ടിനെ പിടിച്ചുകൊണ്ടുവന്ന് എഡിയുടെ ദേഹത്തിടാനാണ് അയൺമാന്റെ പ്ലാൻ. പുറത്ത് ഒരുപാട് സിംബയോട്ട്സ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്നിനെ എടുത്താൽ പോരെ, എന്തിനാ വെറുതെ ഒരു ഡ്രാഗനെ പിടിക്കാൻ മെനക്കെടുന്നതെന്ന് സ്പൈഡർമാൻ ചോദിച്ചു. അപ്പോൾ ഡ്രാഗൺ സിംബയോട്ടുകൾ വളരെ പവർഫുൾ ആണ്. അങ്ങനെ ഒരു സിംബയോട്ടിനെ അച്ഛന്റെ ദേഹത്തിട്ട് കൊടുത്താൽ അച്ഛൻ വളരെ പവർഫുൾ ആയി മാറുമെന്ന് ഡയലൻ പറഞ്ഞു.
പറഞ്ഞു. അങ്ങനെ അയൺമാൻ ഒരു ഡ്രാഗനെ പിടിക്കാൻ പോയി. നമോർ ആണെങ്കിൽ ബ്ലാക്ക് ടൈഡിനെ വിളിക്കാൻ പോയി. അറ്റ്ലാന്റിസിൽ പുരാതന കാലം മുതലുള്ള വളരെ പവർഫുൾ ആയ ഒരു ടീമാണ് ബ്ലാക്ക് ടൈഡ്. ബ്ലേഡ് ആണെങ്കിൽ ഡ്രാക്കുളയുടെ സഹായം തേടാൻ പോയിരിക്കുകയായിരുന്നു. ഡ്രാക്കുളയുടെ കൂടെ ഒരുപാട് വാമ്പയേഴ്സ് ഉണ്ട്. ബ്ലാക്ക് പാന്തർ ആണെങ്കിൽ ഫിസ്കിന്റെ സഹായം തേടാൻ പോയി. ന്യൂയോർക്ക് സിറ്റിയെ വിറപ്പിക്കുന്ന വളരെ പവർഫുൾ ആയ ഒരു ക്രൈം ബോസ് ആണ് ഫിസ്ക്. അവന്റെ കീഴില് സൂപ്പർ പവേഴ്സ് ഉള്ള ഒരുപാട് പേരുണ്ട്. ഈ പറഞ്ഞ ബ്ലാക്ക് ടൈഡും ഡ്രാക്കുളയും ഫിസ്കും എല്ലാം വില്ലന്മാരാണ്. പക്ഷെ ഇപ്പോൾ നളിനെ എതിർക്കാൻ ഇവരുടെയൊക്കെ സഹായം വളരെ അത്യാവശ്യമാണ്. ഈ സമയം അയൺമാൻ ഒരു ഡ്രാഗനെ പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അയൺമാൻ ഡ്രാഗന്റെ തൊട്ടടുത്ത് വരുമ്പോഴാണ് ഈ ഡ്രാഗൺസിന് ഒരുപാട് വലിപ്പമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഏതാണ്ട് 4 ടീറക്സിന്റെ വലിപ്പമുണ്ട് ഒരു ഡ്രാഗന്. അയൺമാൻ നേരെ ചെന്നൊരു ഡ്രാഗന്റെ വായ്ക്കകത്ത് കയറിക്കൊടുത്തു. അകത്ത് പോയിട്ട് ഒരു ഡിവൈസ് എടുത്ത് അതിന്റെ വായിൽ കുത്തി. ആ ഡിവൈസിലുള്ള നാനോ ടെക്നോളജി ഡ്രാഗന്റെ DNA മൊത്തം രൂപാന്തരപ്പെടുത്തും. അപ്പോൾ ഡ്രാഗന് ഹൈവുമായിട്ടുള്ള ബന്ധം നഷ്ടമാകും. പിന്നെ ഈ ഡ്രാഗനുമായിട്ട് ബന്ധപ്പെടാൻ നളിന് കഴിയില്ല. ശേഷം അവൻ ആ ഡ്രാഗനെ അവന്റെ സ്യൂട്ടിലേക്ക് വലിച്ചെടുത്തു. എന്നിട്ട് അതിനെയും കൊണ്ട് ലാബിലേക്ക് വന്നു. ഒട്ടും സമയം കളയാതെ ആ സിംബയോട്ടിനെ എഡിയുടെ ദേഹത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും തുടങ്ങി. പക്ഷേ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയം എഡിയുടെ ആരോഗ്യനില പെട്ടെന്ന് ഗുരുതരമായി. സംഭവം അതിന് ഹൈവുമായിട്ടുള്ള കണക്ഷൻ നഷ്ടമായിട്ടില്ല. അങ്ങനെ നൾ നിർദ്ദേശിച്ച പ്രകാരം അത് എഡിയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും വേഗം അതിനെ എഡിയിൽ നിന്നും വലിച്ചെടുക്കാൻ നോക്കി. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അവസാനം ദേഷ്യം വന്ന ഡൈലൻ അവന്റെ ശക്തി കൊണ്ട് ആ സിംബയോട്ടിനെ മൊത്തം പൊടിച്ചു കളഞ്ഞു. പൊടിച്ചുവെന്ന് വെച്ചാൽ അതിന്റെ ആറ്റംസ് പോലും ബാക്കിയില്ലാത്ത തരത്തിലാണ് പൊടിച്ചു കളഞ്ഞത്. അത് കണ്ട് എല്ലാവരും അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നിന്നു. പക്ഷെ നോക്കിയപ്പോൾ എഡി അപ്പോഴേക്കും മരിച്ചുപോയി. ഡൈലന് സങ്കടവും ദേഷ്യവും ഒക്കെ അടക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ പുറത്ത് അവശേഷിക്കുന്ന സൂപ്പർ ഹീറോസ് എല്ലാം കൂടെ നളിന്റെ ആർമിയുമായിട്ട് ഫൈറ്റിംഗ് ആണ്. ബ്ലേഡിന്റെ കൂടെ ഇപ്പോൾ വാമ്പയേഴ്സും വന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞതും ലാബിലുണ്ടായിരുന്നവരും ഫൈറ്റ് ചെയ്യാൻ വന്നു. ഒപ്പം ഡൈലനുമുണ്ട്. കുറെ സൂപ്പർ ഹീറോസ് സോംബികളായി മാറിയിട്ടുണ്ട്. ഡൈലൻ വന്ന് സോംബികളുടെ ദേഹത്തുള്ള സിംബയോട്സിനെയൊക്കെ പൊടിച്ചു കളയാൻ തുടങ്ങി. അങ്ങനെ സോംബികളായിരുന്ന കുറെ സൂപ്പർ ഹീറോസിനെ രക്ഷപ്പെടുത്തി. ഇടയ്ക്ക് ക്യാപ്റ്റൻ അമേരിക്കയെയും അങ്ങനെ രക്ഷിച്ചു. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ അവിടെ നമ്മുടെ തോർ എത്തി. പിന്നെ തോറും ഡൈലനും കൂടെ നളിന്റെ ആർമിയെ മൊത്തം കൊന്നൊടുക്കാൻ തുടങ്ങി. തോറിന്റെ മിന്നൽ അടിക്കുന്നതും സിംബയോട്സ് ഒക്കെ കത്തിക്കരിഞ്ഞു പോവുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ നിന്ന നള് താഴെ തോറിനെ ആക്രമിക്കാൻ വന്നു. തോറിന്റെ ശക്തികളൊക്കെ അതിഗംഭീരമാണെങ്കിലും നളിന്റെ മുന്നിൽ അവൻ ഒന്നുമല്ല. നൾ നിസ്സാരമായിട്ട് അവനെ ഇടിച്ച് എച്ചിലാക്കി. ഡൈലൻ തോറിനെ രക്ഷിക്കാൻ ഓടി വന്നു. എന്നാൽ നള് ഡൈലനെ തൂക്കിയെറിഞ്ഞു. അത് കണ്ടതും തോർ കട്ടക്കലിപ്പായി. അവൻ നളിനെ ചവിട്ടി എറിഞ്ഞിട്ട് ഓടി വന്ന് ഹാമർ കൊണ്ട് നളിന്റെ മോന്തയിൽ ഒരൊറ്റ ഇടി. നളിന്റെ താടി മൊത്തത്തിൽ അങ്ങ് പറഞ്ഞുപോയി. ഉടനെ ഈ ഗ്രഹം മൊത്തം ഞാൻ കത്തിച്ചു കളയുമെന്ന് പറഞ്ഞ് നൾ സെലസ്റ്റിയൽസിനെ ആക്ടിവേറ്റ് ചെയ്തു. സെലസ്റ്റിയൽസിന്റെ തലയിൽ നിന്ന് പവർഫുൾ ആയ ലേസർ ബീംസ് വരും. അത് വെച്ച് അവര് സിറ്റിയെ മൊത്തം നശിപ്പിക്കാൻ തുടങ്ങി. തോർ അത് കണ്ട് അമ്പരന്ന് നിൽക്കുന്ന തക്കത്തിൽ നൾ അവന്റെ ആയുധമായ നെക്രോസോഡ് എടുത്തു. എന്നിട്ട് പിന്നിലൂടെ വന്ന് തോറിന്റെ നെഞ്ചത്ത് കുത്തി. ഉടനെ അവിടെ അയൺമാൻ എത്തി. അവൻ ഒരു സെലസ്റ്റിയലിന്റെ മുകളിൽ കയറിയിട്ട് അവന്റെ നാനോ ടെക്നോളജി കൊണ്ട് ആ സെലസ്റ്റിയലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. എന്നിട്ട് ആ സെലസ്റ്റിയലിനെ വെച്ച് മറ്റേ സെലസ്റ്റിയലിനെ ആക്രമിക്കാൻ തുടങ്ങി. ഈ സമയം സിൽവർ സർഫർ ഭൂമിയെ ലക്ഷ്യമിട്ട് വരുന്നുണ്ടായിരുന്നു. ഇവിടെ നൾ നീ എന്റെ കൂടെ ചേർന്നാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഡൈലനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഡൈലൻ അവന്റെ മുഴുവൻ ശക്തിയും പെട്ടെന്ന് നളിന്റെ കയ്യിലൂടെ കടത്തിവിട്ടു. അപ്പോൾ കുറച്ചു നേരത്തേക്ക് നളിന് അവന്റെ ഹൈവ് മൈൻഡുമായിട്ടുള്ള കണക്ഷൻ നഷ്ടമായി പോയി. ആ തക്കത്തിൽ ഡൈലൻ അവന്റെ മൈൻഡിനെ ഹൈവുമായിട്ട് കണക്ട് ചെയ്തിട്ട് സോംബികളായ സൂപ്പർ ഹീറോസിന്റെയൊക്കെ ദേഹത്തുണ്ടായിരുന്ന സിംബയോട്സിനെ എല്ലാം അവൻ പുറത്തു കടക്കാൻ കമാൻഡ് നൽകി. അങ്ങനെ സോംബികളായിരുന്ന സൂപ്പർ ഹീറോസ് എല്ലാം രക്ഷപ്പെട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ നൾ ഹൈവ് മൈൻഡിന്റെ കൺട്രോള് വീണ്ടെടുത്തു. അപ്പോഴാണ് ബ്ലാക്ക് ടൈഡിനെയും കൊണ്ട് നമോർ അവിടെ എത്തിയത്. അതുപോലെ ഫിസ്കിനെയും അവന്റെ കൂട്ടരെയും കൊണ്ട് ബ്ലാക്ക് പാന്തറും അവിടെ എത്തി. അങ്ങനെ സകല സൂപ്പർ ഹീറോസും വില്ലന്മാരും ചേർന്ന് നളിന്റെ ആർമിയുമായിട്ട് പൊരിഞ്ഞ യുദ്ധം തുടങ്ങി. ദേഷ്യം വന്ന നൾ ഡൈലിനെ കഴുത്തു ഞെരിച്ച് കൊല്ലാൻ നോക്കി. എന്നാൽ ഉടനെ ജീൻ വന്ന് നളിന്റെ മൈൻഡിൽ കയറി. ജീനിന് മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ നൾ ഭയങ്കര പവർഫുൾ ആയതിനാൽ അവൾക്ക് അവനെ മൈൻഡ് കൺട്രോൾ ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. എന്നിരുന്നാലും അവന്റെ മൈൻഡ് വായിക്കാൻ കഴിയും. അപ്പോൾ അവനെ തോൽപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലും വീക്ക്നെസിന്റെ സീക്രട്ട് അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അവൾക്കത് അറിയാൻ പറ്റും. അങ്ങനെ അതുപയോഗിച്ച് അവനെ തോൽപ്പിക്കാനും സാധിക്കും.
എന്നാൽ അവന്റെ മനസ്സിൽ അവൻ പണ്ട് നടത്തിയിട്ടുള്ള യുദ്ധങ്ങളുടെ ഓർമ്മകൾ മാത്രമേയുള്ളൂ. ഒരു തരത്തിലുമുള്ള വീക്ക്നെസ്സും കാണാൻ കഴിയുന്നില്ല. എന്നാൽ വീണ്ടും കുറെ നേരം തിരഞ്ഞപ്പോൾ ഒരു പഴയ ഓർമ്മ കണ്ടു. സംഭവം, പണ്ട് ഇവനെതിരായിട്ട് ഗോഡ് ഓഫ് ലൈറ്റ് എന്നൊരു ദൈവമുണ്ടായിരുന്നു. ഒരിക്കൽ ഗോഡ് ഓഫ് ലൈറ്റ് നളിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അന്ന് നൾ അവനെ കൊന്നുകളഞ്ഞു. എന്നാൽ ഗോഡ് ഓഫ് ലൈറ്റിന്റെ ശക്തി നശിച്ചിട്ടില്ല. അത് ഒരു പ്രകാശഗോളമായിട്ട് മാറി. അതിപ്പോഴും പ്രപഞ്ചത്തിൽ എവിടെയോ ഉണ്ട്. എന്നെങ്കിലും ഒരിക്കൽ കൃത്യസമയം വരുമ്പോൾ അത് ഒരു യോദ്ധാവിനെ തിരഞ്ഞെടുക്കും. അപ്പോൾ ആ യോദ്ധാവിന് നളിനെ തോൽപ്പിക്കാനുള്ള ശക്തി കിട്ടും. നളിനെ തോൽപ്പിക്കണമെങ്കിൽ ആ പ്രകാശഗോളത്തിനെ കണ്ടെത്തണമെന്ന് ജീനിന് മനസ്സിലായി. അത് അവള് ബാക്കിയുള്ളവരോട് പറയുകയും ചെയ്തു. എന്നാൽ ശരിക്കും അവർ ആ ഗോളത്തിനെ തേടി പോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല. കാരണം ഇതിനോടകം വെച്ച് തന്നെ അത് ഭൂമിക്ക് സമീപം എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭൂമിക്ക് ചുറ്റും സിംബയോട്സിന്റെ ഷീൽഡ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നതിനാൽ ലൈറ്റ് അകത്ത് കടക്കാൻ പറ്റാതെ ഭൂമിക്ക് പുറത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ സിൽവർ സർഫർ എത്തിയത്. അവന് ഷീൽഡ് കടക്കാനുള്ള ശക്തിയുണ്ട്. അങ്ങനെ അവൻ ഗോളത്തിനെയും കൊണ്ട് അകത്ത് കയറിയതും പ്രകാശം നേരെ ചെന്ന് എഡിയുടെ ദേഹത്ത് കയറി. അങ്ങനെ എഡി മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ഇവിടെ നൾ സിൽവറിനെ ആക്രമിക്കാൻ വീണ്ടും നെക്രോസോഡ് എടുത്തു. സിൽവറും അവന്റെ ബോർഡിനെ ഒരു വാളാക്കി മാറ്റി. നിന്നെ ഞാൻ നിസ്സാരമായിട്ട് തീർക്കുമെന്ന് പറഞ്ഞ് നൾ സിൽവറിനെ കൊല്ലാൻ വന്നതും ഞാൻ ഒറ്റയ്ക്കല്ലടാന്ന് സിൽവർ പറഞ്ഞു. അപ്പോൾ സൂപ്പർ ഹീറോസ് എല്ലാം കൂടെ ഒരുമിച്ച് നളിനെ ആക്രമിക്കാൻ ഓടി വരുന്നത് കണ്ടു. എന്നാൽ പെട്ടെന്ന് അവിടെ ഉൽക്ക വന്ന് പതിക്കുന്നത് പോലെ എന്തോ വന്ന് പതിച്ചു. നോക്കിയപ്പോൾ അത് വെനമാണ്. ഇത് ശരിക്കുമുള്ള വെനമല്ല. യഥാർത്ഥത്തിൽ അത് എഡി തന്നെയാണ്. പ്രകാശഗോളത്തിന്റെ ശക്തി കിട്ടിയ ശേഷം അവൻ വെനത്തിന്റെ രൂപം സ്വീകരിച്ചതാണ്. അവനിപ്പോൾ പറക്കാൻ കഴിയും. അവന്റെ കണ്ണിൽ നിന്നൊക്കെ തീ പാറുന്നുണ്ട്. പണ്ടത്തേതിനേക്കാൾ 2 മടങ്ങ് വലിപ്പവും വെച്ചിട്ടുണ്ട്. ആകെ മൊത്തം ഒരു മാരകമായ വെനം. അവനൊന്ന് വിളിച്ചതും തോറിന്റെ ഹാമറും സിൽവറിന്റെ വാളും അവന്റെ കയ്യിൽ വന്നു. അവൻ അത് രണ്ടിനെയും ഒരുമിച്ച് ചേർത്ത് പുതിയൊരു ആയുധമാക്കി മാറ്റി. എന്നിട്ട് അതും കൊണ്ട് നളിനെ ആക്രമിക്കാൻ കുതിച്ചു ചാടി. ഉടനെ നളിനെ സംരക്ഷിക്കാൻ കുറെ ഡ്രാഗൺസ് വന്നു. വെനം അതിനെയൊക്കെ വാഴയില വെട്ടുന്നത് പോലെ വെട്ടിയരിഞ്ഞു. എന്നിട്ട് നളിനെ ആക്രമിക്കാൻ പോയി. നൾ അവന്റെ നെക്രോസോഡ് എടുത്ത് വെനത്തിനെ വെട്ടാൻ നോക്കി. എന്നാൽ വെനം നെക്രോസോഡിനെ ഒന്ന് തൊട്ടതേയുള്ളൂ. അത് മൊത്തം പൊടിഞ്ഞു പോയി. ഈ സമയം സൂപ്പർ ഹീറോസ് എല്ലാം കൂടെ നളിന്റെ ആർമിയുമായിട്ട് ഫൈറ്റിംഗ് ആയിരുന്നു. വെനമാണെങ്കിൽ നളിനെ ഇടിച്ചെച്ചിലാക്കി. അപ്പോൾ ഒരു സെലസ്റ്റിയൽ വെനത്തിനെ ആക്രമിക്കാൻ വന്നു. പക്ഷെ വെനം ഒറ്റ വെട്ടിന് സെലസ്റ്റിയലിനെയും തീർത്ത് കളഞ്ഞു. അടുത്ത് നളിനെ അവൻ തൂക്കിയെടുത്തോണ്ട് ഒരുപാട് മുകളിൽ പോയി. എന്നിട്ട് നേരത്തെ എഡിയെ ചെയ്തതുപോലെ നളിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സിംബയോട്ടിനെ വലിച്ചു പറിച്ചെടുത്ത ശേഷം നളിനെ അങ്ങ് കൈവിട്ടു. നൾ ചെന്ന് താഴെ വീണ് അവന്റെ കൈകളും കാലുകളും നട്ടല്ലുമൊക്കെ ഒടിഞ്ഞുപോയി. എന്നിട്ടും വെനം അടങ്ങിയില്ല. അവൻ നളിനെയും എടുത്തോണ്ട് ഭൂമിയിൽ നിന്ന് നേരെ സൂര്യനിലേക്ക് പോയി. നിനക്കെന്നെ കൊല്ലാനാകില്ല. എന്റെ ഒരു അംശം നിന്റെ മകനിലുണ്ട്. അവനിലൂടെ ഇനിയും ഞാൻ ജീവിക്കും എന്നൊക്കെയാണ് നൾ പറയുന്നത്. എന്നാൽ വെനം അതൊന്നും കാര്യമാക്കിയില്ല. അവൻ നേരെ നളിനെ കൊണ്ട് സൂര്യനിലിട്ടു. അപ്പോൾ ഒരാറ്റം പോലും ബാക്കിയില്ലാതെ നൾ മൊത്തം ഉരുകിപ്പോയി. അങ്ങനെ അവസാനം നളിനെ വെനം കൊന്നു. ശേഷം അവൻ തിരിച്ച് ഭൂമിയിലേക്ക് പറന്നു. നൾ ചത്തതും ഭൂമിക്ക് ചുറ്റുമുണ്ടായിരുന്ന അവന്റെ ഷീൽഡും നശിച്ചു. നളിന്റെ ആർമി മൊത്തം ഇപ്പോൾ എഡിയുടെ ആർമിയായി. ഇനി എഡി പറയുന്നത് പോലെ ആയിരിക്കും സിംബയോട്സ് എല്ലാം അനുസരിക്കുന്നത്. അങ്ങനെ യുദ്ധം ജയിച്ചതിന്റെ സന്തോഷത്തിൽ എല്ലാവരും ശരിക്കും ആഹ്ലാദിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ എഡി തിരിച്ചെത്തി. സർഫറിന്റെ ബോർഡും തോറിന്റെ ഹാമറും അവൻ തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഡയലിന്റെ അടുത്ത് വന്നു. അവന്റെ ദേഹത്ത് നിന്നും നളിന്റെ അംശത്തിനെ വലിച്ച് പുറത്തെടുത്തു. അത് വളരെ വേദനയെടുക്കുന്ന ഒരു പ്രോസസ് ആയിരുന്നു. എന്നിട്ട് ആ അംശത്തിനെയും പൊടിച്ചു കളഞ്ഞു. ഇനി നളിന്റെ ഒരു അംശം പോലും ഈ പ്രപഞ്ചത്തിൽ ബാക്കിയില്ല. ഉടനെ എഡിയുടെ ദേഹത്തു നിന്നും പ്രകാശഗോളം തിരിച്ചിറങ്ങിപ്പോയി. അതിനി വീണ്ടും പ്രപഞ്ചത്തിലൂടെ അലഞ്ഞു നടക്കും. കുറച്ചു കഴിഞ്ഞതും എഡിയുടെ സ്വന്തം സിംബയോട്ടായ വെനം അവനെ കണ്ടെത്തി. പെട്ടെന്ന് തന്നെ വെനം വന്ന് എഡിയുടെ ദേഹത്ത് കയറി. അങ്ങനെ വീണ്ടും എഡിയും വെനവും ഒന്നായി. നളിനെ കൊന്നതോടെ ഇപ്പോൾ എഡി സിംബയോട്സിന്റെ രാജാവായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അവനും ഇപ്പോൾ ഒരു കോസ്മിക് എൻറ്റൈറ്റി ആയി. അതുപോലെ അവനിപ്പോൾ ചിറകുകളും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവൻ പുതിയ ചിറകുകൾ വിരിച്ച് പറന്നുയരുന്നതോടെ കഥ തീരുകയാണ്.